വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. അല്ല, അത് ഞാൻ ഇടപെടണം. ഓടിക്കണ്ട ചേട്ടാ. ആ, ചത്തിട്ടില്ല, പരിക്കില്ല, ഇടപെടണ്ട. അവര് തമ്മിൽ സംസാരിക്കുക, തല്ലി തീർക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഞാൻ വഴിക്ക് പോണം. എന്നെ പോക്കടാ. വന്നടാ. ഹാൻഡിൽ നേരെ കേട്ടാ. അല്ല, പെട്ടെന്ന് നിങ്ങള് മുന്നിലൊന്ന് കയറിയപ്പോ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? അതെ, ക്ഷമിക്കണം മോനെ. കൊള്ളാം, നല്ല ബെസ്റ്റ് മറുപടി. ഏതായാലും നമുക്കൊന്നും പറ്റിയില്ലല്ലോ. നിനക്കൊന്നും പറ്റിയില്ലേ? എന്റെ കൈയൊന്നും അടിച്ചു മുട്ട് കുറച്ച് പേരുണ്ട്. പോരെ, പിന്നെ തലേന്ന് മതിലടിച്ചില്ലേ? എടാ, നീ പറഞ്ഞില്ലേ എന്റെ അമ്മ എന്റെ തലേന്ന് നീ പറഞ്ഞില്ലേ? അത് കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നാ. എടാ, പിന്നീട് അത് കുഴപ്പമായാലോ? എനിക്ക് എന്തായാലും നടുവും പെടലിലേക്ക് നല്ല വേദന ഉണ്ട്. പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പിന്നെ ചെയ്യണ്ടേ? മര്യാദക്ക് വണ്ടി ഓടിച്ചെന്ന് എന്റെ പിന്നിൽ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് ഞങ്ങളെ മറിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം. ചേട്ടന്റെ വീട് എവിടെ? ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പേ സ്കൂളിന്റെ പിറയില് ഒരു കപ്പേളയില്ലേ, സെന്റ് സെബാസ്റ്റിന്റെ അവിടെ തൊട്ടപ്പുറത്ത് ആ പുഴക്കടവില്. അല്ല, എന്താ വീട്ടുപേര്? വീട്ടുപേര് കോളാട്ട്. കോളാട്ടുകുടി. ആ ഫോൺ നമ്പർ ഇങ്ങ് പറഞ്ഞേ. 82 ഒരു മിനിറ്റ്. 82 91 30 532 534. ആ മതി. ഞാനേ വാട്സാപ്പിൽ വണ്ടി കൊണ്ടേ കാണിച്ചിട്ടേ ആശുപത്രിയിൽ പോയിട്ട് നിങ്ങളെ വിളിച്ചോളാം. മുങ്ങാനാണ് പരിപാടികളുണ്ടല്ലേ? ഞാൻ കേസിന് പോവും. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 2-ാം വാക്യം. ഓക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചേട്ടന്റെ വണ്ടിയും വർക്ക്ഷോപ്പിൽ കാണിക്കണ്ടേ? ഓ ശരി. നീ എന്നാലൊന്നും മിണ്ടാത്തത്? ഏയ്, നീ അയാളോട് അങ്ങനെയൊന്നും പെരുമാറിയത് ശരിയായില്ലട്ടാ. എടാ, ഒന്നാമത്തെ കാര്യം, ആ ആക്സിഡന്റിലെ തെറ്റ് നമ്മുടെ ഭാഗത്ത്. എടാ, അയാൾ നമ്മുടെ പുറകിലൊന്ന് വണ്ടി ഇടിച്ചത്. അതെ, പക്ഷേ നമ്മളാ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിയപ്പോ ഫോണും അടിച്ചില്ല, സ്പീഡും കുറച്ചില്ല. ഞാനാണ് ഹെൽമെറ്റും വെച്ചത്. അപ്പൊ പിന്നെ പെട്ടെന്ന് ചെന്ന് അയാളുടെ മുമ്പിൽ കയറി ഇടിക്കൂലേ? അപ്പൊ തെറ്റാരുടെ ഭാഗത്ത. എടാ, അത് പിന്നെ വണ്ടി ഇടിച്ച് പിന്നെ എന്റെ പെടലേക്ക് ട്രെയിൻ ചെയ്തപ്പോ അന്നേരത്തെ ദേഷ്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. അത് കുഴപ്പമില്ല, പക്ഷേ അതിന് കയറി വണ്ടി ശരിയാക്കാനും ആസ്പത്രി പോവാനും നഷ്ടപരിഹാരം അയാൾ മുടക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ പറയണതേ അത് ശരിയാണെന്നാ. ജോയി,
നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ മറ്റൊരു വണ്ടി ഇടിച്ചതാണെന്നും അതിന് ആൻഡോ നഷ്ടപരിഹാരം വേണമെന്നും മാർട്ടിൻ അത് വേണ്ടെന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അല്ലേ? അതെ. പക്ഷേ ഞാൻ പറയുന്നത് അത് പാടില്ല. ഇപ്പോഴത്തെ കാലത്ത് സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മാക്സിമം ഇത്തരം അവസരങ്ങളിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ജോയി, നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. നീ പറഞ്ഞോയി, അയാളുടെ മട്ടുംഭാവമൊക്കെ കണ്ടിട്ടേ എന്തും ചെയ്യാൻ തയ്യാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മതി, ഇനി ആ മട്ടും ഭാവത്തിൽ അങ്ങ് പിടിച്ചു കയറണം. ഉടുമ്പ് പിടിക്കണ മാതിരി അങ്ങ് പിടിമുറുക്കണം. നിങ്ങൾ വാ, ഞാൻ പറഞ്ഞുതരാന്നാണ്. ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവരുമായി സംസർഗമരുത്. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 19-ാം വാക്യം. ഇതെന്താ ഏട്ടാ, ഇവിടുന്ന് പോയ ആളല്ലല്ലോ തിരികെ വന്നിരിക്കുന്നത്. എന്താ ഏട്ടാ ആകെ ഒരു വല്ലാതെ? എന്താ ഏട്ടാ തലവേദനയുണ്ടോ? ഞാനൊരു കടിഞ്ചായ ഇടാം. തലവേദനയൊന്നുമില്ല. ഞാനത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്റെ ചേട്ടാ, മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറയേ. അത് ഞാൻ ഓടിച്ച വണ്ടിയെ വേറൊരു 2 വീലറിൽ ഇടിച്ചു വീണു. എന്റെ ദൈവമേ, എന്നിട്ട് ഏത് വണ്ടി? ആ മൈക്കിളിന്റെ വണ്ടിയാ. എന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ അവിടെ വന്ന് നിൽക്കുവോ? അതല്ല, വീഴ്ചയിൽ വല്ല അടിച്ചു കൊള്ളുക വല്ലതും ചെയ്തോന്ന്. ഇല്ലെന്ന്, അതല്ല പ്രശ്നം. അവരുടെ വണ്ടി ശരിയാക്കി കൊടുക്കണം. അവര് 2 പേരുണ്ടായിരുന്നേ. അവർക്ക് പരുക്ക് കാര്യമായിട്ടൊന്നും കാഴ്ചയിൽ പറ്റിയിട്ടില്ല. എന്നിട്ട് അനിയനെ വിളിച്ച് പറഞ്ഞോ? ഇല്ല. എന്തിനാ വെറുതെ അവനെ കൂടി ടെൻഷൻ എടുപ്പിക്കുന്നത്? അല്ല, ആ വണ്ടി ശരിയാക്കി കൊടുക്കാൻ എത്ര രൂപയാകും ചേട്ടാ? അതവര് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അനിയന്റെ വണ്ടിയോ? അതിന് നിസ്സാര പണിയുള്ളൂന്നാ ആ വർക്ക്ഷോപ്പിലെ അംബ്രോസ് പറഞ്ഞത്. അതിപ്പോ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതല്ല, അവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്നാ, അതിന് എത്രയാകുമെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇത് അവരാന്നാ തോന്നുന്നത്. എങ്കിൽ ഫോൺ എടുക്കേട്ടാ. ഹലോ. ചേട്ടാ, ഞാൻ ചേട്ടന്റെ വണ്ടി ഇടിച്ചില്ലേ 2 പേരും ഒരാളാണ്. ആൻഡോ. ആൻഡോ, എന്താണെന്നാ? അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത്? വെറുതെ വിഷയം ചോദിക്കാൻ വേണ്ടി ഞാൻ വിളിക്കോ? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ ഉദ്ദേശിച്ചാണെങ്കിലും എനിക്ക് അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളതാണ് പറയട്ടെ. ഞങ്ങളിപ്പോൾ 2 പേരും ആസ്പത്രിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ. എന്തു പറ്റി? അതുകൊള്ള ഞങ്ങളെ 2 പേരുമേ ഒരു 2-2.5 മണിക്കൂർ മുമ്പേ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത് മറന്നുപോയാ? അത് ഞാൻ മറന്നിട്ടില്ല. ചേട്ടൻ മറന്നാലും ഞങ്ങൾക്കത് മറക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വിളിച്ചതാണ്. പിന്നെ ഹോസ്പിറ്റൽ ബില്ലേ കുറച്ചായിട്ടാ. അത് ചേട്ടനാണല്ലോ കൊടുക്കേണ്ടത്. അല്ല, അത് ഞാൻ കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാല് എത്രയാ? എൻ്റെ ചേട്ടാ, 2 പേരുടെയും എക്സ്റേ, സ്കാനിങ് എന്നൊക്കെ പറയുമ്പോഴേ കാശാവൂലേ? എൻ്റെ പൊന്നു ചേട്ടാ, അതിനൊക്കെ കണക്ക് നോക്കണോ? നിങ്ങൾ എത്രയാന്ന് പറഞ്ഞാ മതി, ഞാൻ തരാം. ഇപ്പൊ തൽക്കാലം ഒരു 5000 രൂപ ആയിട്ടുള്ളൂ വണ്ടിക്ക്. ആശുപത്രിയിൽ എങ്ങനെ വന്നാലും ഒരു 5-8 രൂപ വരും.
ഹലോ ആ ഹലോ. ആ ചേട്ടൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ ആ അപ്പൊ കാശ് എപ്പോ സെറ്റ് ചെയ്യാൻ പറ്റും? അല്ല, അത് ഞാനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ വിളിക്കാം. അത് കുഴപ്പമില്ല. 10 മിനിറ്റ് കഴിയുമ്പോ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിണ്ടല്ല, ഞങ്ങളങ്ങ് വീട്ടിലേക്ക് വരും. അഡ്രസ് ഉള്ളത് തന്നെയല്ലേ? കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 6-ാം വാക്യം. അതെ അതെ അതെ, ഞാൻ വിളിച്ചോളാം. ജോളി, ആ എന്താ ജോണേട്ടാ? എടാ, എനിക്കൊരു 15,000 രൂപ കടമായിട്ട് തരാനുണ്ടാവോ? ആ എപ്പോഴേട്ടാ? ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു മതി. എൻ്റെ ചേട്ടാ, ഇങ്ങനെ ഇടപെടാന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ തരാനാ? ഒരു 1.5 മണിക്കൂർ എന്ന് പറയുമ്പോ പോരാത്തതിന് ഞാൻ കുറച്ച് ടൈറ്റിലുമാണ്. ശരിടാ, ഞാൻ വേറെ ആരോടെങ്കിലും അന്വേഷിക്കട്ടെ. ഓ ശരിയേട്ടാ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണേട്ടാ. ഒരു ദിവസം മുമ്പ് വിളിക്കണോട്ടാ. ഓ ശരിടാ. ആ അപ്പൊ ശരിയേട്ടാ. ചേട്ടൻ ഇത് ആരെയാ വിളിക്കാൻ പോകുന്നത്? അല്ല, അവരുടെ ആശുപത്രി ചെലവും വർക്ക്ഷോപ്പിലും കൂടിയേ ഒരു 10-13 രൂപ വരുമെന്ന്. അതിന് ചേട്ടൻ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് എല്ലാരെയും വിളിച്ച് കാശ് കടം ചോദിക്കുന്നത്? ദാ ഈ വള കൊണ്ടുപോയി പണയം വെക്കുക. എന്നാലും ഇങ്ങനൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേണോന്ന് വിചാരിക്കുന്നത് തന്നെ എല്ലാം നടക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ പറ്റുമോ? അപ്പോ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ചേട്ടൻ വിഷമിക്കാതിരിക്കുക. അവര് 13,000 രൂപയല്ലേ പറഞ്ഞത്? ഇത് വെച്ചിട്ട് ഒരു 20,000 രൂപ എടുക്കുക. പിന്നെ ഇപ്പം എങ്ങനെയുണ്ട്? ഇത്തരം കേസുകൾ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങി മിണ്ടാതെ പോകരുത്. കേട്ടല്ലേ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂന്ന്. ദേ, നീ ഇപ്പൊ കരഞ്ഞു, നിനക്കുള്ള പാലും കിട്ടും. അല്ല, അവസാനം എന്താ അയാൾ പറഞ്ഞത്? എമൗണ്ടിന്റെ കേസിലേ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്നാണ് പറഞ്ഞേക്കണത്. അയാൾക്കടെ സംസാരം കേട്ടിട്ട് വിളിക്കുമെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, അങ്ങേര് തിരിച്ചു വിളിക്കും, പറഞ്ഞ കാശും കിട്ടും. എന്നാലും ആൻഡോ ഇത് വേണോടാ. വർക്ക്ഷോപ്പിലാണെങ്കിൽ 300 രൂപയല്ലേ ആയുള്ളൂ. ആശുപത്രിയാണെങ്കിൽ നമ്മളിട്ട് പോയിട്ടുമില്ല. ബെസ്റ്റ്. ദേ, ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിണ്ടല്ലോ 10 പൈസ കിട്ടില്ല കേട്ടോ. നീയൊന്നും മിണ്ടായിരിക്കടാ. ആ ഇടിയിലേ നമ്മൾ മറിഞ്ഞു വിടുന്നെങ്കിലാ, കയ്യോ കാലോ ഒടിഞ്ഞിരുന്നെങ്കിലാ. ദേ, നീ ഒന്നും പറയണ്ട, കൂടെ നിന്നാ മതി. ഓ എൻ്റെ ജോയി, നിന്നെ കണ്ടതും കാര്യങ്ങൾ സംസാരിച്ചതും എത്ര നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നണത്. ആ ഹലോ, ഇത് ആൻഡോ അല്ലേ? അതെ ചേട്ടാ, പറഞ്ഞോ. പണം റെഡിയല്ലേ? ഒരു 2 മണിക്കൂറിനുള്ളിലേ നിങ്ങൾ എവിടെയാന്ന് വെച്ചാ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ പണം കൊണ്ടുവരാം. അപ്പൊ പള്ളിക്ക് മുന്നുള്ളേ ആ കടവിൽ വന്നാൽ മതി, ഞങ്ങളവിടെ ഉണ്ടാവും. ഓ അങ്ങനെ ആയിക്കോട്ടെ. ആ ശരി. അവരെ ആ പള്ളിക്കടവിലുണ്ടാവുന്നു. ഞാൻ സഹകരണ ബാങ്കിൽ പോയിട്ട് അവിടെ ചെന്ന് അവരെയും കണ്ടിട്ട് വരാം. ഞാൻ ചെല്ലട്ടെ. പ്രാർത്ഥിച്ചോണ്ടൊക്കെ പോണേ ചേട്ടാ. ഓ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4-ാം അധ്യായം 6-ാം വാക്യം. എടാ, ഈ പറഞ്ഞ 2 മണിക്കൂറേ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള പരിപാടി. ഒരു ചായ കുടിച്ചിട്ട് വരാന്നേ. ഇതിനിപ്പോൾ ശരിക്കും വേണ്ടത് ചായ അല്ല,
അത്രയ്ക്ക് വിലപിടിപ്പുള്ള ഐഡിയ അല്ലേ ഞാൻ തന്നത്. എടാ അത് 2 മണിക്കൂർ കഴിയട്ടാ. 10-13 രൂപയല്ലേ കൈ കിട്ടാൻ പോണത്. നിന്നെ മിനിക്ക് മയക്കിട്ടേ ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. ആഹാ, മിനിക്ക് മൈക്കിൽ മാത്രമല്ലോ. മിനിക്ക് മയക്കി ഈ കയ്യിലേക്ക് കുറച്ച് സന്തോഷവും കൂടി അങ്ങോട്ട് വെച്ച് തരും. എന്താ പോരെ അല്ലേടാ? മതിയേ മതി. ഓ, ഇതാണ് ചില സമയത്ത് സമയം അങ്ങ് പോകാത്ത പോലെ തോന്നും. എന്നാലും അയാളുടെ കയ്യിൽ നിന്ന് അത്രയും കാശ് മേടിക്കണോടാ. ഞാൻ പറയണത് ഇത് 13,000 രൂപ വളരെ കുറഞ്ഞു പോയിന്നാ. എടാ നീ ഇത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയല്ലേ. നീ ഒരക്ഷരം മിണ്ടാണ്ട് കൂടെ ഇങ്ങോട്ട് നിന്നാ മതി. ഏയ്, താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേരേട്ടോ. താല്പര്യമില്ലെന്ന് ആര് പറഞ്ഞു? അവൻ അവൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. ആ അഭിപ്രായം ചായ കഴിഞ്ഞുള്ള മിനിങ്ങി മയക്കത്തിട്ടല്ല. റെഡി ആയിക്കോളൂ. എനിക്കറിയാൻ പോലെ ഇവന. ചേട്ടാ ചേട്ടാ, ആ അനിയനോ? ചേട്ടൻ എന്തേ ചേച്ചി? ചേട്ടൻ ഇന്ന് സഹകരണ ബാങ്ക് വരെ പോയിരിക്കുക. ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ? ചേട്ടൻ അനിയന്റെ വണ്ടി കൊണ്ടുപോയി ഇടിച്ച കാര്യമാണോ? എൻ്റെ വണ്ടി ഇടിച്ച കാര്യം തന്നെയാ. ചേട്ടത്തി, ചേട്ടൻ എന്തെങ്കിലും പറ്റിയാ? ഏയ് ഇല്ല. ഇതാര് പറഞ്ഞറിഞ്ഞു? ഞാൻ ആ വർക്ക്ഷോപ്പിൽ അംബ്രോസ് പറഞ്ഞറിഞ്ഞത്. ചേട്ടൻ കൊണ്ടുവന്ന് എൻ്റെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ടെന്ന്. ചേട്ടനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്നും പറഞ്ഞു. ഞാനിപ്പോൾ അവിടെ പോയി വണ്ടി എടുത്തുകൊണ്ട് വരിക. അംബ്രോസിനോട് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം അംബ്രോസ് എന്നോട് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞതാ അനിയനെ വിളിച്ചു പറയാൻ. അപ്പോൾ അവനെ എന്തിനാ വിഷമിപ്പിക്കുന്നതെന്നാ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഇതല്ലേ വിഷമം? വിളിച്ചറിയിച്ചില്ലെങ്കിലാ വിഷമം. അല്ല, ബാങ്കിൽ എന്താ ഇപ്പോൾ? ആ വണ്ടി ഇടിച്ചവർക്ക് ക്യാഷ് കൊടുക്കണം. അതിന് പണമില്ലാത്തതുകൊണ്ട് എൻ്റെ വള പണയം വെക്കാൻ പോയിരിക്കുക. ആ പണം അവർക്ക് കൊടുത്തിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. ഞാനപ്പോൾ ബാങ്കിലേക്ക് പോവാം. അവിടുന്ന് ആ പാർട്ടിക്ക് പണം കൊടുക്കാൻ പോകുമ്പേ ഞാനും കൂടി പോവാം. നല്ല കാര്യം അനിയ. എന്നാ വേഗം ചെല്ലാം. ആ ശരി. എന്താ നീ വണ്ടി നിർത്തിയത്? അല്ല, അവര് ചോദിച്ചപ്പോൾ തന്നെ ഈ കാശ് കൊണ്ടേ കൊടുക്കണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഏയ്, എന്തിനാ വെറുതെ കുഴപ്പത്തിന് പോകുന്നത്? ആ ചോദിച്ചത് അങ്ങ് കൊടുത്ത് ഒഴിവാക്കിയേക്കാന്ന്. ചേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ഈ നാട്ടിൽ പോലീസും നിയമവും കോടതിയൊക്കെ ഇല്ലേ? എടാ, അങ്ങനെ അങ്ങ് നീങ്ങാണ്ടല്ലോ. ഞാൻ തന്നെ കൊടുക്കാൻ പോണത്. എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ. ആ, അതാ ഇതങ്ങ് ചോദിക്കുന്ന കാശ് കൊടുത്ത് ഒതുക്കി തീർക്കാമെന്ന് വെച്ചത്. നീ വണ്ടി എടുക്ക്. ഇനിയിപ്പോ അയാള് വരാതിരിക്കൂ? ഒരിക്കലുമില്ല. ഒരിത്തിരി സമയം താമസിച്ചാലും അയാളുടെ കൃത്യമായിട്ടെത്തും. കുറച്ചധികം താമസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നിന്നെ വിളിച്ചു പറയും താമസിക്കുന്നത് എന്താണെന്ന്. കാര്യങ്ങൾ ശുഭകരമായിട്ട് തീരുമെങ്കിൽ ഒരാൾക്ക് വേണ്ടി കുറച്ച് സമയം കാത്തിരിക്കുന്നതിൽ എന്താണ് തെറ്റി? ഒരു തെറ്റുമില്ല. നമുക്ക് കയ്യിൽ പണം കിട്ടണം. നമ്മൾ മോഷ്ടിച്ചോ കൊലപാതകം ചെയ്തോ ഇത് അതൊന്നും അല്ലല്ലോ. അതെ. എന്താ എന്റെ ആൻഡോ, ഇതിപ്പോ മോഷണം പോലെ തന്നെയല്ലേ? തട്ടിപ്പ് പറഞ്ഞല്ലേ നമ്മൾ കാശ് മേടിക്കാൻ? ഏയ്, അങ്ങനെ പറയരുത്. ഇത് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയില്ലാത്ത ആളെ ജയിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം അത്രയും കണ്ടാൽ മതി. തനിക്കു ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 10-ാം അധ്യായം 14-ാം വാക്യം. ആ വണ്ടിയുടെ പിന്നിലിരുന്ന് വരുന്ന ആ ചേട്ടനല്ലേ? ആവോ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ.
പക്ഷേ അയാൾ വേറൊരാളും കൂട്ടിയാണല്ലോ വരണത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് കുഴപ്പവും. അടിയും വഴക്കൊക്കെ ആണെങ്കിൽ ഞാനുള്ള സത്യം വിളിച്ചു പറയൂ കേട്ടോ. എടാ നീ ഒന്നും മിണ്ടാണ്ടിരടാ. ദേ അതാ. അതെ, ക്ഷമിക്കണം, ഞാൻ കുറച്ചധികം താമസിച്ചു പോയി. ബാങ്കിൽ നല്ല തിരക്കായിരുന്നേ. പണം തികയാതെ വന്നപ്പോൾ ഭാര്യയുടെ വള ഒരെണ്ണം പണയം വയ്ക്കേണ്ടതായിട്ട് വന്നു. അതാ താമസിച്ചത്. ഇതാ എൻ്റെ അനിയൻ മൈക്കിൾ. ഒരു 10 മിനിറ്റും കൂടി താമസിച്ചിരുന്നെങ്കിലേ ഞങ്ങൾ പോലീസിൽ ഊരറിക്കണമെന്ന് ആലോചിക്കായിരുന്നു. അയ്യോ, അതൊന്നും വേണ്ട, അത് കുഴപ്പമാവും. ഒന്നാമത്തെ കാര്യം, എനിക്ക് ലൈസൻസ് ഇല്ലാത്തതാണ്. ദേ നീ ഒന്നേ. ഒരു മിനിറ്റ് എടുക്കോ. അതെ, കളം കുറച്ചും കൂടി വൈഡാവുകയാണല്ലോ. അതെന്താ? എടാ ഇപ്പൊ പറഞ്ഞ കാശ് കിട്ടും. നീ ഒന്നും വേണ്ടണ്ട. കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള് ഞാനാണെന്ന് പറഞ്ഞാൽ മതി. ആ എന്നാ വാ. അതെ ചേട്ടാ, ഇത് ഞങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. ആൻ്റെ ഒരു മിനിറ്റ്. ചേട്ടാ, ഇവർക്ക് ചുരുങ്ങിയത് ഒരു 25,000 രൂപയെങ്കിലും കിട്ടണം. അറിയാലോ, കേസിന് പോയ സംഗതി ഇവിടെ എങ്ങും നിൽക്കൂല. അല്ല, 10,000 രൂപയെന്നല്ലേ നിങ്ങൾ നേരത്തെ ചേട്ടനോട് പറഞ്ഞത്? ദേ നീ മിണ്ടല്ലേ. ദേ ഇനി കൂടുതലൊന്നും പറയണ്ട. ദേ ഇത് 20,000 രൂപയുണ്ട്. ഇതിലെല്ലാം അങ്ങോട്ട് തീരണം. അല്ല ചേട്ടാ. ആ ദേ നീ വന്നേ, വാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഓ ഓ ഓ വാ 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 വാ. നീ വണ്ടി എടുത്തേ, നമുക്ക് പോവാം. ചേട്ടൻ അവര് പറ്റിക്കണി ചേട്ടാ. അതൊന്നും കുഴപ്പമില്ല. അന്ന് നീ വാ. $5,000 രൂപ ജോയിക്ക് തന്നു. 5,000 രൂപ ഞാൻ എടുക്കും. 5,000 രൂപ നിനക്കും തരും. എനിക്ക് വേണ്ട. നിനക്ക് തന്നിട്ടില്ല, ബാറിൽ കയറിയിട്ട് നിനക്ക് തന്നിരിക്കും. ഏയ് എടാ, ഇത് നമുക്കൊരു സ്ഥിരം പരിപാടിയാക്കിയാണെന്നാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ആലോചിക്കണത്. എടാ ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. ഹലോ ജെയിംസേ, എന്താടാ കാര്യം? എന്തു പറ്റിയടാ? കൊല്ലും ഞാൻ വണ്ടി അടിച്ചവനെ. ഏതാശുപത്രിയിലാടാ? ഞാൻ എത്തി. എടാ എന്താടാ? എടാ ആൻഡോ, ഞാൻ പോണ്ട. എൻ്റെ അപ്പനെ ആശുപത്രിയിലാടാ. ഒരു കുഴപ്പമില്ലാണ്ട് കിടന്ന എൻ്റെ അപ്പനാ ഇപ്പൊ ഏതോ കുരുത്തം കെട്ടവൻ വണ്ടി ഇടിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുക. ഞാൻ പോട്ടടാ. ഇതാ ഇതും കൂടി പിടിച്ചോ. ഈ കാശ് എനിക്ക് വേണ്ട. എൻ്റെ അപ്പ പറ്റിപ്പോയി. ഇനി ഞാൻ അല്ലടാ, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കണ്ടതും കേട്ടതും കൊണ്ടൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലേ? ഓ പിന്നെ, എടാ ജോണിയേട്ടൻ്റെ വീട് എവിടെയാണ്? ആ സെന്റ് സെബാസ്റ്റ്യൻ കപ്പലയുടെ പുറകില്, ആ പുഴക്കടവില്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. നീ ഞാൻ പിടിക്കൂല, നീ പിടിച്ചാ നീ തന്നെ പിടിച്ചാ. ഓ പിന്നെ ബായ് ഇങ്ങോട്ട്. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. തോബിത്ത് 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891
952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.